ആധുനികതയുടെ തിളക്കവും ദാരിദ്ര്യത്തിന്റെ കറുപ്പും ഒരുപോലെ ഇടകലർന്ന ആ വന്നഗരത്തിൽ നേരം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞുമൂടിയ ആ രാവിലെയെ കീറിമുറിച്ചുകൊണ്ട് നഗരത്തിലെ ഏറ്റവും വലിയ പ്രശസ്തമായ വിദ്യാലയത്തിന് മുന്നിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഗ്രീൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ എന്നായിരുന്നു ആ വിദ്യാലയത്തിന്റെ പേര്. നഗരത്തിലെ വലിയ ബിസിനസ്സുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും മക്കൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയം. കോടികൾ വിലമതിക്കുന്ന ആഡംബര കാറുകൾ ഒന്നൊന്നായി ആ വിദ്യാലയത്തിന്റെ വലിയ ഇരുമ്പു കവാടത്തിനു മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും ബ്രാൻഡഡ് യൂണിഫോമുകളും വില കൂടിയ ഷൂസുകളും തിളങ്ങുന്ന ബാഗുകളും അണിഞ്ഞ് മുഖത്ത് വലിയ ആത്മവിശ്വാസത്തോടെ കുട്ടികൾ ഓരോരുത്തരായി ഇറങ്ങി സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്നു. അതേസമയം ആ വലിയ കവാടത്തിന് തൊട്ടപ്പുറത്ത് അധികമാരുടെയും ശ്രദ്ധ പതിയാത്ത ഒരു വലിയ മാലിന്യ കൂമ്പാരമുണ്ടായിരുന്നു. നഗരത്തിലെ ആഡംബരങ്ങളുടെ അവശിഷ്ടങ്ങൾ വന്നു വീഴുന്ന ആ ഇടത്ത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും കാലിൽ തേഞ്ഞു തീർന്ന ചെരുപ്പുകളും അണിഞ്ഞ് ഒരു ബാലൻ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ പേര് അരുൺ. പ്രായം വെറും 13 വയസ്സ്. ശരീരത്തിൽ പട്ടിണിയുടെയും കഠിനാധ്വാനത്തിന്റെയും അടയാളങ്ങൾ വ്യക്തമായിരുന്നു. ദിവസങ്ങളായി ചീകാത്ത മുടിയും ചെളിപുരണ്ട കൈകളുമായി അവൻ തന്റെ കയ്യിലുള്ള വലിയൊരു ചാക്കിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളും ഇരുമ്പ് കഷ്ണങ്ങളും പെറുക്കി മാറ്റുകയായിരുന്നു. നഗരത്തിന്റെ ഒരു വശത്ത് ഇത്രയധികം ആഡംബരങ്ങൾ നടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ജീവിതത്തോട് പൊരുതുന്ന അരുൺ ആ നഗരത്തിലെ വലിയൊരു വൈരുദ്ധ്യമായിരുന്നു. എന്നാൽ ഇന്ന് അരുണിന്റെ ശ്രദ്ധ ആക്രിസാധനങ്ങൾ പെറുക്കുന്നതിലായിരുന്നില്ല. അവന്റെ കണ്ണുകൾ നിരന്തരമായി ആ സ്കൂളിന്റെ വലിയ ജനാലകളിലേക്കും ക്ലാസ് മുറികളിലേക്കും നീളുകയായിരുന്നു. ഉള്ളിൽ നിന്നും കേൾക്കുന്ന അധ്യാപകരുടെ ശബ്ദവും ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ടെഴുതുന്ന ശബ്ദവും അവനെ അങ്ങോട്ട് കാന്തികമായി ആകർഷിച്ചു. ജനലരികിൽ വന്നിരുന്ന കുട്ടികൾ നൽകുന്ന മറുപടികൾ കേൾക്കുമ്പോൾ അരുണിന്റെ ഉള്ളിലും എന്തോ ഒരു വെളിച്ചം മിന്നിമറയുന്നത് പോലെ തോന്നുമായിരുന്നു. അവന് എങ്ങനെയെങ്കിലും ആ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം വളരെ ക്രൂരമായിരുന്നു. അരുണിന് ഒരു വിദ്യാലയത്തിൽ പോയി പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നില്ല. അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരമായിരുന്നു. അരുണിന്റെ അച്ഛൻ രോഗിയാണ്. അമ്മയാകട്ടെ അടുത്തുള്ള ഫ്ലാറ്റുകളിൽ പോയി പാത്രം കഴുകിയും വീട്ടുജോലികൾ ചെയ്തുമാണ് ജീവിക്കാനുള്ള വക കണ്ടെത്തിയിരുന്നത്. അന്നന്നത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്തുക എന്നത് തന്നെ ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു യുദ്ധമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മകനെ ഇത്രയും വലിയൊരു സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുക എന്നത് ആ മാതാപിതാക്കൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. മാലിന്യ കൂമ്പാരത്തിൽ നിന്നും അവന് ചിലപ്പോഴൊക്കെ പഴയ നോട്ടുപുസ്തകങ്ങളും കീറിയ പേപ്പറുകളും സ്കൂൾ ഗൈഡുകളും ലഭിക്കാറുണ്ടായിരുന്നു. മറ്റു കുട്ടികൾ അത് ആക്രിക്കടയിൽ വിറ്റ് പണമാക്കുമ്പോൾ അരുൺ അത് തന്റെ കീറിയ ചാക്കിന്റെ ഏറ്റവും അടിയിൽ ആരും കാണാതെ സൂക്ഷിച്ചു വെക്കും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് തന്റെ ചെറിയ ചേരിയിലെ വീട്ടിലെത്തുമ്പോൾ അവൻ ഈ പുസ്തകങ്ങൾ തുറക്കും. ഒടിഞ്ഞുപോയ പെൻസിൽ കഷ്ണങ്ങൾ കൊണ്ടും കരിക്കഷ്ണങ്ങൾ കൊണ്ടും അവൻ തന്റെ വീടിന്റെ മൺചുവരുകളിൽ വലിയ കണക്കുകൾ എഴുതിപ്പഠിക്കാൻ തുടങ്ങി. അരുണിന് അക്കങ്ങൾ വെറും അക്കങ്ങളായിരുന്നില്ല, മറിച്ച് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വഴിയിലൂടെ പോകുന്ന വലിയ കാറുകളുടെ നമ്പറുകൾ പരസ്പരം കൂട്ടിയും കുറച്ചും അവൻ കളിക്കുമായിരുന്നു. വലിയ കടകളുടെ പരസ്യ ബോർഡുകളിൽ കാണുന്ന സംഖ്യകൾ ഉപയോഗിച്ച് അവൻ സ്വന്തമായി ഗണിത സമവാക്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആരോടും ചോദിക്കാനോ പറഞ്ഞു തരാനോ ആരുമില്ലാതിരുന്നിട്ടും തന്റെ ഉള്ളിലെ കഠിനമായ ആഗ്രഹവും താല്പര്യവും കൊണ്ട് മാത്രം അരുൺ ഗണിതത്തിലെ വലിയൊരു ലോകം സ്വന്തമായി കെട്ടിപ്പടുക്കുകയായിരുന്നു. അന്ന് രാവിലെയും സ്കൂൾ കോമ്പൗണ്ടിന്റെ ഇരുമ്പുവേലിക്ക് പുറത്തുനിന്ന് ആക്രി പെറുക്കുമ്പോഴും അവന്റെ മനസ്സ് നിറയെ ആ ക്ലാസ് മുറിയിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന കണക്കുകളായിരുന്നു. താൻ ജീവിക്കുന്ന ഈ ദാരിദ്ര്യത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ഈ അറിവിന് മാത്രമേ കഴിയൂ എന്ന് ആ 13കാരൻ മനസ്സിലാക്കിയിരുന്നു. ഒരു പക്ഷേ ആ നഗരത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് ആഗ്രഹിച്ചതും എന്നാൽ അതിന് ഒട്ടും സാഹചര്യം ലഭിക്കാതിരുന്നതുമായ ഒരു വലിയ പ്രതിഭയായിരുന്നു ആ മാലിന്യ കൂമ്പാരത്തിന് മുന്നിൽ നിന്നിരുന്ന അരുൺ എന്ന ബാലൻ. അരുൺ തന്റെ കീറിയ ചാക്കുമായി സ്കൂളിന്റെ ഇരുമ്പുവേലിക്ക് സമീപം നിൽക്കുകയായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാർ അവനെ അവിടെ കണ്ടാൽ ആട്ടിപ്പായിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു മരത്തിന്റെ മറവിലായിരുന്നു അവന്റെ നിൽപ്പും നോട്ടവും. അപ്പോഴാണ് വിദ്യാലയത്തിന്റെ വലിയൊരു ക്ലാസ് മുറിയിൽ നിന്നും വളരെ ഗൗരവമേറിയ ഒരു ശബ്ദം പുറത്തേക്ക് കേട്ടത്. ആ ശബ്ദം ആ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പലായ ശ്രീ ശങ്കർ ഷെട്ടിയുടേതായിരുന്നു. നഗരത്തിൽ തന്നെ കണിശക്കാരനായ ഒരു അധ്യാപകൻ എന്ന നിലയിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദമുയർന്നപ്പോൾ ക്ലാസ് മുറിയിലാകെ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. ക്ലാസ്സിലേക്ക് ആകാംക്ഷയോടെ നോക്കിയ അരുൺ കണ്ടത് 12ാം ക്ലാസ്സിലെ ഒരു പ്രത്യേക ഗണിത ക്ലാസ് അവിടെ നടക്കുകയാണ് എന്നാണ്.
ആ ക്ലാസ് മുറിയിലെ ഭീകരമായ ബ്ലാക്ക് ബോർഡിലേക്ക് അരുണിന്റെ കണ്ണുകൾ നീണ്ടു. അവിടെ ചോക്കുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു വലിയ ഗണിത സമവാക്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രൽ ലിമിറ്റുകളും വലിയ ലോഗരിതം ചിഹ്നങ്ങളും സാധാരണ വിദ്യാർത്ഥികൾ കണ്ടാൽ ഭയന്നു പോകുന്ന തരത്തിലുള്ള അക്കങ്ങളുടെ വലിയൊരു ശൃംഖലയും ആ ബോർഡിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ ചോദ്യത്തിന് താഴെ ഒരു വാചകം കൂടി എഴുതിയിരുന്നു: ഈ സമവാക്യം 0 മാത്രമേ സന്തുലിതമാകൂ എന്ന് തെളിയിക്കുക. പ്രിൻസിപ്പൽ ശങ്കർ ഷെട്ടി കൈകൾ കെട്ടി വളരെ ആത്മവിശ്വാസത്തോടെ ക്ലാസിന് മുന്നിൽ നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു വലിയ വെല്ലുവിളിയുടെ തിളക്കമുണ്ടായിരുന്നു. അദ്ദേഹം ക്ലാസ്സിലെ കുട്ടികളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു: ഞാൻ ഈ ചോദ്യം രാജ്യത്തെ ഏറ്റവും വലിയ സർവകലാശാലകളിലെ പ്രൊഫസർമാർക്കും റിസർച്ച് സ്കോളർമാർക്കും അയച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഇതുവരെ ആർക്കും ഇതിന്റെ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ നഗരത്തിലോ ഈ രാജ്യത്തോ ആർക്കും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ ഇന്ന് ഞാൻ എന്റെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഈ ചോദ്യം വെക്കുകയാണ്. ഈ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഈ ഇക്വേഷൻ കൃത്യമായ സ്റ്റെപ്പുകളോടെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അവന് ഞാൻ 50 ലക്ഷം രൂപ ഈ നിമിഷം സമ്മാനമായി പ്രഖ്യാപിക്കുന്നു. 50 ലക്ഷം രൂപ എന്ന തുക കേട്ടതും ക്ലാസ് മുറിയിലാകെ വലിയൊരു അമ്പരപ്പുയർന്നു. കുട്ടികൾ പരസ്പരം നോക്കി. ചിലരുടെ കണ്ണുകളിൽ ആ പണത്തോടുള്ള ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഭൂരിഭാഗം കുട്ടികളുടെ മുഖത്ത് ആ ചോദ്യത്തിന്റെ കാഠിന്യം കൊണ്ടുണ്ടായ ഭയമായിരുന്നു. എന്നാൽ ജനലിന് പുറത്ത് ആരും കാണാതെ വേലിയോട് ചേർന്ന് നിന്ന അരുണിന്റെ കണ്ണുകൾ ആ തുക കേട്ടപ്പോൾ തിളങ്ങി. 50 ലക്ഷം രൂപ! ആ തുകയുണ്ടെങ്കിൽ തന്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ മാറും. തങ്ങൾ താമസിക്കുന്ന ആ ചെറിയ ചേരിയിലെ അവസ്ഥ മാറും. തന്റെ കുടുംബത്തിന് അന്തസ്സോടെ ജീവിക്കാം. പണത്തിന്റെ മൂല്യം അത്രത്തോളം അറിവുള്ളവനായിരുന്നു അരുൺ. എന്നാൽ പണത്തേക്കാളും ഉപരിയായി അവന്റെ ഉള്ളിലെ ഗണിതശാസ്ത്രജ്ഞനെ ആ ചോദ്യം ശക്തമായി ആകർഷിക്കാൻ തുടങ്ങി. ആ സമവാക്യത്തിലെ ഓരോ അക്കങ്ങളും ചിഹ്നങ്ങളും അവന്റെ കണ്ണുകളിലൂടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. അവനോട് ആരോ ആ ചോദ്യം പരിഹരിക്കാൻ ആവശ്യപ്പെടുന്നത് പോലെ അവന് തോന്നി. ആ സമയത്താണ് ക്ലാസ്സിലെ ഗണിതശാസ്ത്ര വിഭാഗത്തിലെ സീനിയർ അധ്യാപികയായ മായ മേനോൻ തന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റത്. വളരെ കർക്കശക്കാരിയായ ഒരു അധ്യാപികയായിരുന്നു അവർ. വിദ്യാർത്ഥികളെ അവരുടെ പശ്ചാത്തലവും മാർക്കും നോക്കി മാത്രം വിലയിരുത്തുന്ന സ്വഭാവമായിരുന്നു അവരുടേത്. അവർ മുഖത്ത് പരിഹാസം നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു: സർ, അങ്ങ് ഈ പ്രഖ്യാപിച്ച സമ്മാനം വെറുതെയാകും. കാരണം ഇത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒന്നാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഗവേഷകർക്ക് പോലും സാധിക്കാത്തത് ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിയും? നമ്മുടെ വിദ്യാലയത്തിലെ ഏറ്റവും മിടുക്കരായ കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ പുറത്തു നിൽക്കുന്ന, എന്നും രാവിലെ ഇവിടെ വന്ന് ആക്രി പെറുക്കുന്ന ആ പാവം കുട്ടികളെ പോലെയുള്ളവർക്ക് ഇത് ചിന്തിക്കാൻ പോലും ആകില്ല. അവർക്കൊക്കെ ഇതിന്റെ അർത്ഥം പോലും മനസ്സിലാകില്ല. അധ്യാപികമായ മേനോന്റെ ആ വാക്കുകൾ കേട്ടതും ക്ലാസ് മുറിയിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അരുണിനെ പരിഹസിച്ചു. ആ ചിരികളും അധ്യാപികയുടെ വാക്കുകളും ഇരുമ്പ് വേലിക്ക് പുറത്തുനിന്ന അരുണിന്റെ കാതുകളിൽ ആഞ്ഞുപതിച്ചു. ആക്രി പെറുക്കുന്നവൻ എന്ന ആ വാക്ക് അവന്റെ പിഞ്ചു മനസ്സിൽ വലിയൊരു മുറിവുണ്ടാക്കി. തന്റെ കീറിയ വസ്ത്രങ്ങളും തന്റെ അവസ്ഥയും ഓർത്ത് അവന് വലിയ സങ്കടം തോന്നി. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, അവന് ആരോടും ദേഷ്യം തോന്നിയില്ല. മറിച്ച് അവന്റെ ഉള്ളിൽ വലിയൊരു ശാന്തത വന്നു നിറഞ്ഞു. വാക്കുകൾ കൊണ്ടല്ല, തന്റെ പ്രവൃത്തി കൊണ്ടാണ് ഇത്തരം പരിഹാസങ്ങൾക്ക് മറുപടി നൽകേണ്ടതെന്ന് ആ 13കാരൻ തിരിച്ചറിയുകയായിരുന്നു. കുറച്ചു സമയത്തിനകം സ്കൂളിലെ ബെൽ മുഴങ്ങി. ക്ലാസ് അവസാനിച്ചു. കുട്ടികൾ ഓരോരുത്തരായി ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങി. ചില കുട്ടികൾ തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ആ ബോർഡിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ചിലർ തലപുകഞ്ഞ് ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആർക്കും ആ ചോദ്യത്തിന്റെ ആദ്യ സ്റ്റെപ്പ് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. 50 ലക്ഷം രൂപ എന്നത് അവർക്ക് മുന്നിൽ വെറുമൊരു സ്വപ്നമായി അവശേഷിച്ചു. കുട്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അരുൺ പതിയെ വിദ്യാലയത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു. പ്രിൻസിപ്പലിന്റെ വെല്ലുവിളിയും അധ്യാപികയുടെ പരിഹാസവും അവന്റെ മനസ്സിൽ ഒരു വലിയ തീയായി പടരുകയായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് ഇനി തന്റെ അന്തസ്സിന്റെ പ്രശ്നമാണെന്ന് അവൻ ഉറപ്പിച്ചു. ടീച്ചറുടെ പരിഹാസ വാക്കുകൾ ഏൽപ്പിച്ച മുറിവുമായി അരുൺ അന്ന് പതിവിലും നേരത്തെ തന്റെ ആക്രിപ്പെറുക്കൽ അവസാനിപ്പിച്ചു. അവന്റെ ചാക്കിൽ അന്ന് അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ കുഞ്ഞു മനസ്സിൽ ആ ബ്ലാക്ക് ബോർഡിൽ കണ്ട വലിയ ഗണിത ചോദ്യം മാത്രം അലയടിച്ചു കൊണ്ടിരുന്നു. സായാഹ്നത്തോടെ ചേരിയിലെ തന്റെ ചെറിയ വീട്ടിൽ അവൻ തിരിച്ചെത്തി. ശ്വാസം മുട്ടൽ കൊണ്ട് അമ്മ ഒരു വശത്ത് കിടന്ന് ചുമക്കുന്നുണ്ടായിരുന്നു.
അച്ഛൻ വീടിന്റെ ഒരു മൂലയിൽ കിടക്കുന്നു. വീട്ടിലെ ദയനീയമായ സാഹചര്യം അവനെ കൂടുതൽ ചിന്തിപ്പിച്ചു. അരുൺ ഒട്ടും സമയം കളയാതെ വീടിന്റെ ഇരുണ്ട ഒരു കോണിലേക്ക് ചെന്നു. അടുപ്പിൽ നിന്നും കിട്ടിയ ഒരു കരിക്കട്ട കഷ്ണവും എടുത്ത് അവൻ മൺചുമരിൽ ആ ചോദ്യത്തിന്റെ സ്റ്റെപ്പുകൾ ഓരോന്നായി എഴുതാൻ തുടങ്ങി. ശങ്കരൻ ഷെട്ടി സർ എഴുതിയ ഓരോ ചിഹ്നങ്ങളും ലിമിറ്റുകളും അവൻ തന്റെ ഓർമ്മയിൽ നിന്നും ചുമരിലേക്ക് പകർത്തി. ഇന്റഗ്രൽ ചിഹ്നത്തിന് താഴെയുള്ള എക്സിന്റെ പവർ, ലോഗരിതത്തിന്റെ വാല്യൂ എല്ലാം അവൻ കണ്ണുകളടച്ച് ഓർത്തെടുത്തു. 0 മാത്രമേ ഈ സമവാക്യം സന്തുലിതമാകൂ എന്ന് തെളിയിക്കുക എന്ന പ്രിൻസിപ്പലിന്റെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. അവൻ സ്വയം മന്ത്രിച്ചു, എല്ലാ കണക്കുകളും ഒടുവിൽ 0 അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ തുടക്കവും അവിടെ നിന്ന് തന്നെയായിരിക്കണം. സമയം രാത്രി 12 മണിയോടടുത്തു. ചേരി പ്രദേശം മുഴുവൻ കടുത്ത നിശബ്ദതയിലായി. ദൂരെ എവിടെയോ തെരുവ് നായ്ക്കൾ കുരക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം. എന്നാൽ അരുണിന്റെ കണ്ണുകളിൽ ഒട്ടും ഉറക്കമുണ്ടായിരുന്നില്ല. ചുമരിലെ കരിക്കട്ട വരകൾ കൊണ്ട് മൺചുമർ ആകെ നിറഞ്ഞിരുന്നു. അവൻ പലവട്ടം ആ സമവാക്യം പല രീതിയിൽ ചെയ്തു നോക്കി. പക്ഷേ എവിടെയോ ഒരു ഭാഗത്ത് കണക്കുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടാത്തവണ്ണം എന്തോ ഒന്ന് തടസ്സപ്പെട്ടു നിൽക്കുന്നു. ഇതിന്റെ ലിമിറ്റുകൾ മാറ്റേണ്ടി വരും, അവൻ സ്വയം പറഞ്ഞു. അപ്പോഴാണ് അവൻക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ബോർഡിന്റെ ഒരു വശത്ത് വളരെ ചെറിയൊരു അക്ഷരത്തിൽ ഒരു ടേം എഴുതിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലെ മറ്റു കുട്ടികളോ അധ്യാപകരോ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ ആ ചെറിയ ഭാഗമാണ് ഈ ചോദ്യത്തിന്റെ യഥാർത്ഥ താക്കോലെന്ന് അരുൺ തിരിച്ചറിഞ്ഞു. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഉത്തരം തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോകുന്നു എന്ന് അവന് മനസ്സിലായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആ ചോദ്യം പൂർണ്ണമായ രൂപത്തിൽ ഒരു വട്ടം കൂടി ആ വലിയ ബ്ലാക്ക് ബോർഡിൽ തന്നെ കണ്ട് ഉറപ്പുവരുത്തണം. അവൻ ഉറങ്ങിക്കിടക്കുന്ന അമ്മയെയും അച്ഛനെയും നോക്കി. അവർ നല്ല ഉറക്കത്തിലാണ്. അരുൺ ഒട്ടും മടിച്ചില്ല. പതുക്കെ വീടിന്റെ വാതിൽ തുറന്ന് അവൻ ഘോരമായ ആ അർദ്ധരാത്രിയിലേക്ക് ഇറങ്ങി. വിജനമായ നഗരവീഥികളിലൂടെ അവൻ ഗ്രീൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ ലക്ഷ്യമാക്കി ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. രാത്രിയുടെ നിശബ്ദതയിൽ ആ വിദ്യാലയം ഒരു വലിയ കോട്ട പോലെ ഗാംഭീര്യത്തോടെ നിന്നു. സ്കൂളിന്റെ പ്രധാന കവാടത്തിന് സമീപം സെക്യൂരിറ്റി ജീവനക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു. സ്കൂളിന്റെ പിന്നിലെ തകർന്ന ഇരുമ്പ് വേലിയെക്കുറിച്ച് അരുണിന് കൃത്യമായി അറിയാമായിരുന്നു. അവൻ ആരും കാണാതെ ആ വേലിയിലൂടെ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് ചാടി. അവന്റെ കാൽപ്പാടുകൾ വളരെ നിശബ്ദമായിരുന്നു. ക്ലാസ് റൂമിന്റെ ജനലുകൾ പകുതി തുറന്ന നിലയിലായിരുന്നു. അവൻ അതിലൂടെ അകത്തേക്ക് നോക്കി. ക്ലാസ്സിനകം ഇരുട്ടിലായിരുന്നെങ്കിലും പുറത്തെ തെരുവ് വിളക്കിന്റെ നേരിയ വെളിച്ചം നേരെ വന്നു വീഴുന്നത് ആ വലിയ ബ്ലാക്ക് ബോർഡിലേക്കായിരുന്നു. അവിടെ പകൽ കണ്ട ആ ചോദ്യം അതേപടി തിളങ്ങി നിൽക്കുന്നു. അത് കണ്ടതും അരുണിന്റെ മനസ്സ് നിറഞ്ഞു. അവൻ ജനൽ വഴി ക്ലാസ് മുറിയുടെ ഉള്ളിലേക്ക് ചാടിയിറങ്ങി. ക്ലാസ് മുറിയിലാകെ ചോക്കിന്റെ നേരിയ മണമുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഡെസ്കുകളും ബെഞ്ചുകളും അവിടെ നിരന്നു കിടക്കുന്നു. അതിനെയെല്ലാം സാക്ഷി നിർത്തി അരുൺ പതിയെ അധ്യാപകരുടെ ടേബിളിന് സമീപത്തേക്ക് നടന്നു. ഭാഗ്യത്തിന് അവിടെ ഒരു ചെറിയ ചോക്ക് കഷ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ ചോക്ക് കഷ്ണമെടുത്തു. തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് അവൻ ഇത്രയും വലിയൊരു വിദ്യാലയത്തിലെ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് തൊടുന്നത്. ഒരു നിമിഷം അവന്റെ കൈകൾ വിറച്ചു. ആരെങ്കിലും പിടിച്ചാൽ കള്ളനാകില്ലേ, ജയിലിൽ അടക്കില്ലേ എന്ന ഭയം അവന്റെ ഉള്ളിലൂടെ കടന്നുപോയി. പക്ഷേ തൊട്ടടുത്ത നിമിഷം ടീച്ചറുടെ പരിഹാസച്ചിരി അവന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അവൻ ധൈര്യം സംഭരിച്ച് ബോർഡിന്റെ താഴെയുള്ള ഒഴിഞ്ഞ ഭാഗത്ത് എഴുതാൻ തുടങ്ങി. 1ാമത്തെ സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പ്. അവന്റെ ശ്വാസഗതി വേഗത്തിലായിരുന്നെങ്കിലും മനസ്സ് തികച്ചും ശാന്തമായിരുന്നു. അവൻ മുന്നോട്ട് പോകുന്തോറും ആ ചോദ്യത്തിന്റെ രഹസ്യങ്ങൾ അവന് മുന്നിൽ അഴിഞ്ഞു വീഴാൻ തുടങ്ങി. ഇന്റഗ്രലിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ആ വലിയ ചതി അവൻ മനസ്സിലാക്കി. അതിന്റെ ലിമിറ്റുകൾ മാറ്റിയതോടെ ആ സങ്കീർണമായ സമവാക്യം വളരെ ലളിതമായി ചുരുങ്ങി വന്നു. അവൻ വളരെ വേഗത്തിൽ ബോർഡിൽ എഴുതിക്കൊണ്ടേയിരുന്നു. ആ നിശബ്ദമായ ക്ലാസ് മുറിയിൽ ചോക്ക് ബോർഡിൽ തട്ടുന്ന കട്ട് കട്ട് എന്ന ശബ്ദം മാത്രമാണ് കേട്ടിരുന്നത്. സമയം കടന്നുപോയി. ഏകദേശം 2 മണിക്കൂറോളം നീണ്ട കഠിനമായ പ്രയത്നത്തിനൊടുവിൽ ആ ഭീകരമായ ബോർഡിന്റെ പകുതിയിലധികം ഭാഗവും അരുണിന്റെ ഗണിത സ്റ്റെപ്പുകൾ കൊണ്ട് നിറഞ്ഞു. അവസാനം അവൻ ബോർഡിന്റെ താഴെ ഒരു ചെറിയ ചതുരം വരച്ചു. അതിനുള്ളിൽ അവൻ ആ ചോദ്യത്തിന്റെ അന്തിമ ഉത്തരം എഴുതി. 0. അവൻ പതിയെ പിന്നിലേക്ക് മാറി നിന്ന് ആ ബോർഡിലേക്ക് നോക്കി. പകൽ മുഴുവൻ ഒരു വലിയ മല പോലെ ഭയപ്പെടുത്തിയ ആ ചോദ്യം ഇപ്പോൾ ഒരു നേർരേഖ പോലെ ലളിതമായി അവന് മുന്നിൽ കിടക്കുന്നു. അരുണിന്റെ കണ്ണുകളിൽ വലിയൊരു വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. അവൻ ആ ചോക്ക് കഷ്ണം ടേബിളിൽ തിരികെ വെച്ചു. വന്നതുപോലെ തന്നെ ജനലിലൂടെ പുറത്തേക്ക് ചാടി രാത്രിയുടെ ഇരുട്ടിലേക്ക് മറഞ്ഞു.
പിറ്റേന്ന് രാവിലെ എന്ത് സംഭവിക്കുമെന്ന് അവന് അറിയില്ലായിരുന്നു. പക്ഷേ ഒന്നു മാത്രം അവന് ഉറപ്പായിരുന്നു. തന്റെ ഉള്ളിലെ പ്രതിഭയെ പരിഹസിച്ചവർക്കുള്ള മറുപടി അവൻ ആ ബ്ലാക്ക് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ പ്രിൻസിപ്പൽ ശങ്കർ ഷെട്ടി ഗൗരവമേറിയ മുഖത്തോടെ 12ാം ക്ലാസ്സിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ ഗണിത അധ്യാപിക മായാമേനോനും മറ്റു ചില മുതിർന്ന അധ്യാപകരും ഉണ്ടായിരുന്നു. അന്ന് ആ 50 ലക്ഷത്തിന്റെ വെല്ലുവിളിയുടെ അവസാന ദിവസമായിരുന്നു. പ്രിൻസിപ്പൽ ക്ലാസ്സിന് മുന്നിൽ നിന്നുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു, ആരാണ് ആ 50 ലക്ഷം രൂപ സ്വന്തമാക്കിയത്? ആർക്കെങ്കിലും ആ ചോദ്യം പരിഹരിക്കാൻ കഴിഞ്ഞോ? ക്ലാസ് മുറിയിലാകെ കടുത്ത നിശബ്ദതയായിരുന്നു. ആരും കൈകൾ ഉയർത്തിയില്ല. ഒടുവിൽ സ്കൂളിലെ ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും മിടുക്കനായ ടോപ്പർ വിദ്യാർത്ഥി രാഹുൽ എഴുന്നേറ്റ് നിന്ന് തല താഴ്ത്തി പറഞ്ഞു, ക്ഷമിക്കണം സർ, ഞങ്ങൾ എല്ലാവരും രാത്രി മുഴുവൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ആ ചോദ്യം ഞങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമുള്ളതാണ്. അതിന് ഉത്തരം കണ്ടെത്താൻ ഞങ്ങൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് കേട്ട് മായ ടീച്ചർ ഒരു പരിഹാസ ചിരിയോടെ പ്രിൻസിപ്പലിനെ നോക്കി തലയാട്ടി. താൻ പറഞ്ഞത് എത്ര കൃത്യമാണെന്ന് സ്ഥാപിക്കാനായിരുന്നു ആ നോട്ടം. എന്നാൽ അടുത്ത നിമിഷം ശങ്കർ ഷെട്ടി സർ ബോർഡിലേക്ക് തിരിഞ്ഞു നോക്കിയതും അദ്ദേഹത്തിന്റെ കാലുകൾ അവിടെ തന്നെ തറഞ്ഞുപോയി. പ്രിൻസിപ്പലിന്റെ ഭാവമാറ്റം കണ്ട് മറ്റ് അധ്യാപകരും കുട്ടികളും ബോർഡിലേക്ക് നോക്കി. എല്ലാവരും അമ്പരന്നു പോയി. ഭീമാകാരമായ ആ ബ്ലാക്ക് ബോർഡ് മുഴുവൻ കൃത്യമായ ക്രമബദ്ധമായ ഗണിത സ്റ്റെപ്പുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഓരോ ലൈനുകളും പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. ബോർഡിൽ ഒരിടത്തു പോലും തെറ്റുകളോ തിരുത്തലുകളോ ഉണ്ടായിരുന്നില്ല. പ്രിൻസിപ്പൽ തന്റെ കണ്ണട ശരിയാക്കി ബോർഡിന് മുന്നിലേക്ക് ചെന്നു. അദ്ദേഹം ഓരോ സ്റ്റെപ്പും ആഴത്തിൽ വായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുഖത്തെ ദേഷ്യം മാറി അവിടെ വലിയൊരു അത്ഭുതവും ആദരവും വന്നു നിറഞ്ഞു. മായ ടീച്ചറും വേഗത്തിൽ ബോർഡിനടുത്തേക്ക് വന്നു. അവർ 5ാമത്തെയും 12ാമത്തെയും സ്റ്റെപ്പുകൾ മാറി മാറി വായിച്ചു. അവരുടെ പുരികങ്ങൾ ചുളിഞ്ഞു. അവർ അവിശ്വാസത്തോടെ മന്ത്രിച്ചു, സർ, ഈ രീതി നമ്മൾ സിലബസിൽ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒന്നാണ്. വളരെ വ്യത്യസ്തമായ, എന്നാൽ 100% കൃത്യമായ വഴി. ഇതിന്റെ അവസാനം ഇതാ ഒരു ബോക്സിൽ 0 എന്ന് കൃത്യമായി ഉത്തരം എഴുതിയിരിക്കുന്നു. സർ, ഈ ഉത്തരം തികച്ചും ശരിയാണ്. ക്ലാസ് മുറിയിലാകെ വലിയൊരു ബഹളമുയർന്നു. ആരാണ് രാത്രിയിൽ വന്ന് ഇത് ചെയ്തത്? പ്രിൻസിപ്പൽ കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു. ആരാണിത് ചെയ്തത്? സത്യം പറയൂ. ഇത് വിദ്യാലയത്തിലെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. പക്ഷേ കുട്ടികളാരും മുന്നോട്ട് വന്നില്ല. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സർ, ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ക്ലാസ് വിട്ടു പോകുമ്പോൾ ഈ ബോർഡ് തികച്ചും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഇത് രാത്രിയിൽ ആരോ വന്ന് ചെയ്തതാണ്. മായ ടീച്ചർ ഉടൻ തന്നെ പറഞ്ഞു, സർ, ഇത് തീർച്ചയായും പുറത്തു നിന്നുള്ള ആരോ ചെയ്തതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും ബുദ്ധിയില്ല. ആരെങ്കിലും രാത്രിയിൽ സ്കൂളിൽ അതിക്രമിച്ചു കയറി ബോർഡ് നശിപ്പിച്ചെങ്കിൽ അത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. ഉടൻ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. അധ്യാപകർ എല്ലാവരും സ്റ്റാഫ് റൂമിലേക്ക് ഓടി. കമ്പ്യൂട്ടർ സ്ക്രീനിൽ തലേദിവസത്തെ CCTV ദൃശ്യങ്ങൾ പ്ലേ ചെയ്തു. രാത്രി കൃത്യം 2:47 ഒരു ചെറിയ ആൺകുട്ടിയുടേതുപോലുള്ള നിഴൽ ക്ലാസ് റൂമിന്റെ ജനലിലൂടെ അകത്തേക്ക് ചാടുന്നത് കണ്ടു. കീറിയ വസ്ത്രങ്ങൾ ധരിച്ച മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരം. മായ ടീച്ചർ ആ ദൃശ്യം കണ്ടയുടൻ വിളിച്ചു പറഞ്ഞു, സർ, നോക്കൂ, ഇത് ആ ആക്രിപ്പെറുക്കുന്ന ചെറുക്കനാണ്. എന്നും രാവിലെ സ്കൂൾ ഗേറ്റിന് മുന്നിൽ ചാക്കുമായി നടക്കുന്ന അരുൺ എന്ന ബാലൻ. സ്ക്രീനിൽ അരുൺ ആ ബോർഡിന് മുന്നിൽ നിന്ന് ഒട്ടും ഭയമില്ലാതെ വളരെ വേഗത്തിൽ ചോക്ക് കൊണ്ട് കണക്കുകൾ എഴുതുന്നത് വ്യക്തമായി കാണാമായിരുന്നു. ദൃശ്യങ്ങൾ അവസാനിച്ചപ്പോൾ ആ മുറിയിലാകെ കടുത്ത നിശബ്ദത പടർന്നു. എങ്കിലും മായ ടീച്ചർ തന്റെ അഹങ്കാരം കൈവിട്ടില്ല. അവർ പറഞ്ഞു, ഈ ആക്രി പെറുക്കുന്ന ചെറുക്കൻ ഈ വലിയ ചോദ്യം പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അവൻ എവിടെ നിന്നോ ഇത് കോപ്പി അടിച്ചതാണ്. അവനെ ഉടൻ തന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരണം. പ്രിൻസിപ്പൽ സെക്യൂരിറ്റിയോട് അവനെ കണ്ടെത്താൻ ഉത്തരവിട്ടു. അരമണിക്കൂറിനകം 2 വലിയ സെക്യൂരിറ്റി ഗാർഡുകൾ അരുണിനെ ബലമായി പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അവന്റെ കയ്യിൽ പതിവ് പോലെ ആ പഴയ കീറിയ ചാക്കുണ്ടായിരുന്നു. സ്കൂളിലെ വലിയ അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും കണ്ടതും അരുൺ ഭയന്നു വിറച്ചു. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, എന്നെ വിടൂ. ഞാൻ ഈ സ്കൂളിൽ നിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. എന്നെ ഉപദ്രവിക്കരുത് സർ. പ്രിൻസിപ്പൽ ചോദിച്ചു. നീ ഇന്നലെ രാത്രി എന്തിനാണ് ക്ലാസ് മുറിയിൽ കയറിയത്? അരുൺ തല താഴ്ത്തി നിന്നു. മായ ടീച്ചർ പറഞ്ഞു, നിന്നെ പോലെയുള്ള കുട്ടികൾ വരുന്നത് പഠിക്കാനല്ല, മോഷ്ടിക്കാനാണ്. സത്യം പറയൂ. അരുണിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഇല്ല ടീച്ചർ, ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല. ഇന്നലെ പകൽ നിങ്ങൾ പറഞ്ഞ ആ ചോദ്യം
എന്നെ രാത്രി ഉറങ്ങാൻ അനുവദിച്ചില്ല. എന്റെ മനസ്സ് മുഴുവൻ ആ കണക്കുകളായിരുന്നു. എനിക്ക് ഒന്ന് മാത്രം മതിയായിരുന്നു സർ. ആ ചോദ്യം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അകത്തു കയറിയത്. മായ മേനോൻ ടീച്ചർ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഥ പറയുന്നു. ഇത്രയും വലിയ ചോദ്യം നീ സ്വന്തമായി ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണോ? നീ ഇത് സ്വന്തമായി ചെയ്തതാണെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത് ഒരിക്കൽ കൂടി ചെയ്ത് കാണിക്ക്. നിനക്ക് ധൈര്യമുണ്ടോ? അരുൺ പതിയെ പ്രിൻസിപ്പലിനെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു അനുവാദം കണ്ടതും അരുൺ തന്റെ കണ്ണീർ തുടച്ചു. അവൻ പറഞ്ഞു, ശരി ടീച്ചർ, ഞാൻ ശ്രമിക്കാം. അവനെ 12ാം ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കുട്ടികളെല്ലാം അവനെ ഒരു തമാശ കാണുന്നത് പോലെയാണ് നോക്കിയത്. അരുൺ ധൈര്യം സംഭരിച്ച് ഒരു വലിയ ബ്ലാക്ക് ബോർഡിന് മുന്നിൽ ചെന്നു നിന്നു. പ്രിൻസിപ്പൽ ഒരു പുതിയ ചോക്ക് കഷ്ണം അവന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അരുൺ, നീ ഇന്നലെ രാത്രി ചെയ്തതിന്റെ 4ാമത്തെ സ്റ്റെപ്പ് മുതൽ ഇവിടെ വീണ്ടും ചെയ്ത് വിവരിക്കുക. മായ മേനോൻ ടീച്ചർ കൈകൾ കെട്ടി അഹങ്കാരത്തോടെ നോക്കി നിന്നു. അരുൺ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. പിന്നെ അവൻ ചോക്കുമെടുത്ത് ബോർഡിൽ എഴുതാൻ തുടങ്ങി. അവൻ ഒട്ടും ഭയമില്ലാതെ വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ടീച്ചർ, ഇവിടെയാണ് ഈ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് കിടക്കുന്നത്. ഇവിടെ ഇന്റഗ്രലിന്റെ ലിമിറ്റുകൾ പോസിറ്റീവ് ഇൻഫിനിറ്റി മുതൽ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ തെറ്റായ ദിശയിലാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ എക്സിന്റെ മൂല്യം 0ന് ചുറ്റുമായി പരിമിതപ്പെടുത്തിയാൽ ഈ സമവാക്യത്തിന്റെ ഉള്ളിലെ വില മുഴുവൻ മാറിമറിയും. അവൻ സംസാരിക്കാൻ തുടങ്ങിയതും ക്ലാസ് മുറി പെട്ടെന്ന് നിശബ്ദമായി. അരുണിന്റെ കൈകൾ ബോർഡിൽ അതിവേഗം ചലിച്ചു. അവൻ ഓരോ സ്റ്റെപ്പും എഴുതുക മാത്രമല്ല, ഒരു പ്രൊഫസറെ പോലെ ക്ലാസ്സിലുള്ളവർക്ക് അത് ലളിതമായി വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. അടുത്തതായി ഈ ടേം പരസ്പരം വെട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ അവസാനം ഈ സമവാക്യം സന്തുലിതമായി നമുക്ക് 0 ലഭിക്കും. അരുൺ അവസാനത്തെ സ്റ്റെപ്പും എഴുതി ചോക്ക് താഴെ വെച്ചു. ആ ചോക്ക് കഷണം നിലത്തു വീണ ശബ്ദം പോലും ആ ക്ലാസ് മുറിയിൽ വളരെ വലുതായി കേൾക്കാമായിരുന്നു. അത്രത്തോളം കടുത്ത നിശബ്ദതയായിരുന്നു അവിടെ. ആർക്കും ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിഞ്ഞില്ല. മായ ടീച്ചറുടെ മുഖത്തെ ഭാവം പാടെ മാറി. അവർ അതീവ ഗൗരവത്തോടെയും അമ്പരപ്പോടെയും അരുണിനെ നോക്കി നിന്നു. ക്ലാസ്സിലെ കുട്ടികൾ വിസ്മയത്തോടെ പരസ്പരം നോക്കി. അരുൺ എന്ന ആക്രിപ്പെറുക്കുന്ന ബാലൻ തങ്ങളെക്കാൾ എത്രയോ ഉയരത്തിലുള്ള ഒരു മഹാപ്രതിഭയാണെന്ന് ആ നിമിഷം ആ ക്ലാസ് മുറി തിരിച്ചറിയുകയായിരുന്നു. അരുൺ ചോക്ക് താഴെ വെച്ച് തല താഴ്ത്തി നിന്നപ്പോൾ ആ ക്ലാസ് മുറിയിൽ കുറച്ച് സെക്കൻഡുകൾ നീണ്ട മരവിപ്പിക്കുന്ന ഒരു നിശബ്ദതയായിരുന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് ടീച്ചർ വീണ്ടും വഴക്ക് പറയുമോ എന്ന് ഭയത്തോടെയാണ് അരുൺ നിന്നത്. എന്നാൽ അടുത്ത നിമിഷം പ്രിൻസിപ്പൽ സർ പതിയെ മുന്നോട്ട് നടന്നു വന്നു. അദ്ദേഹം ബോർഡിലെ പുതിയ സ്റ്റെപ്പുകൾ ഒരിക്കൽ കൂടി നോക്കി. അതിനുശേഷം അരുണിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെയും ആദരവോടെയും അവനെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം ക്ലാസ്സിലെ എല്ലാ അധ്യാപകരെയും കുട്ടികളെയും നോക്കി ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു, മായ മേനോൻ ടീച്ചർ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. നിയമപ്രകാരം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ ഈ സമ്മാനം നൽകാൻ കഴിയൂ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വിദ്യാലയത്തിലെ കഠിനമായ നിയമങ്ങൾ ഒരിക്കലും ഈ പ്രപഞ്ചത്തിലെ ഒരു വലിയ പ്രതിഭയേക്കാൾ വലുതല്ല എന്നാണ്. ഒരു പ്രതിഭയ്ക്കും ഇക്വേഷനുകൾക്കും ജാതിയോ വസ്ത്രത്തിന്റെ പഴക്കമോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. ഇന്നു മുതൽ അരുൺ ഈ ഗ്രീൻവുഡ് ഇന്റർനാഷണൽ സ്കൂളിലെ ഔദ്യോഗിക വിദ്യാർത്ഥിയാണ്. അവന്റെ പഠന ചിലവുകൾ മുഴുവൻ ഈ സ്കൂൾ സ്കോളർഷിപ്പായി ഏറ്റെടുക്കും. പ്രിൻസിപ്പലിന്റെ വാക്കുകൾ കേട്ടതും ക്ലാസ് മുറിയിലാകെ വലിയൊരു കയ്യടി മുഴങ്ങി. കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അരുണിനെ ബഹുമാനിച്ചു. പ്രിൻസിപ്പൽ തുടർന്നു, മാത്രമല്ല, ഞാൻ പ്രഖ്യാപിച്ച ആ 50 ലക്ഷം രൂപ അരുണിന്റെ പേരിൽ ഒരു ട്രസ്റ്റായി ഇന്ന് തന്നെ നിക്ഷേപിക്കും. അരുണിന്റെ അച്ഛന്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ മാറാനും അവന്റെ ഭാവിക്കും ഈ തുക ഉപയോഗിക്കാം. അവന്റെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇനി ഈ വിദ്യാലയം ഏറ്റെടുക്കുകയാണ്. ഇതു കേട്ട അരുണിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ പ്രിൻസിപ്പലിന്റെ കൈകൾ പിടിച്ചു കരഞ്ഞു. സാറേ, എനിക്ക് അത്രയും പണമൊന്നും വേണ്ട. എനിക്ക് എന്റെ അച്ഛന്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ മാറ്റണം. പിന്നെ എനിക്ക് നന്നായി പഠിക്കണം. എനിക്ക് ആ ബോർഡിൽ ഇനിയും കണക്കുകൾ എഴുതാൻ അനുവാദം തന്നാൽ മാത്രം മതി സർ. അരുണിന്റെ ആ വിനയം കണ്ടപ്പോൾ ശങ്കർ ഷെട്ടി സാറിന്റെ കണ്ണുകളും ആദ്യമായി ഈർപ്പമുള്ളതായി മാറി. ആ സമയത്ത് അധ്യാപിക മായ മേനോൻ പതിയെ അരുണിനടുത്തേക്ക് നടന്നു വന്നു. അവരുടെ മുഖത്തെ അഹങ്കാരവും പരിഹാസവും പൂർണ്ണമായി മാറിയിരുന്നു. അവർ അരുണിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വിതുമ്പുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അരുൺ, എന്നോട് ക്ഷമിക്കണം.
നിന്റെ വസ്ത്രവും പശ്ചാത്തലവും നോക്കി നിന്നെ വിലയിരുത്തിയത് ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ്. ഒരു വലിയ പ്രതിഭയെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് നീ എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. നീ ഞങ്ങളെക്കാൾ എത്രയോ വലിയവനാണ്. അരുൺ വിനയത്തോടെ കൈകൾ കൂപ്പി പറഞ്ഞു. അയ്യോ സാരമില്ല ടീച്ചർ, എനിക്ക് നിങ്ങളോട് ഒട്ടും ദേഷ്യമില്ല. അരുണിന്റെ ആ മറുപടി ക്ലാസ്സിലെ കുട്ടികളുടെ ഉള്ളിലും വലിയൊരു മാറ്റമുണ്ടാക്കി. പിറ്റേ ദിവസം സ്കൂളിലെ വലിയ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രത്യേക അസംബ്ലി നടന്നു. സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും മുന്നിൽ വെച്ച് അരുണിന് പുതിയ യൂണിഫോമും പുസ്തകങ്ങളും നൽകി സ്കൂളിലേക്ക് സ്വീകരിച്ചു. അന്ന് വൈകുന്നേരം അരുൺ തന്റെ പുതിയ യൂണിഫോമും പുസ്തകങ്ങളുമായി തന്റെ ചേരിയിലെ വീട്ടിലേക്ക് നടന്നുപോയി. അവന്റെ കയ്യിൽ അന്ന് ആ പഴയ കീറിയ ചാക്കുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയതും അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. മകൻ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് വലിയൊരു സ്കൂളിലെ പുസ്തകങ്ങളുമായി വരുന്നത് കണ്ടതും ആ അമ്മയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ ഒഴുകി. അച്ഛൻ തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അന്ന് രാത്രി ആ ചെറിയ ചേരിയിലെ വീട്ടിൽ ദാരിദ്ര്യത്തിന്റെ ഭയമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ പ്രതീക്ഷയുടെ വെളിച്ചമാണ് ഉറങ്ങാൻ കിടന്നത്. മാസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. അരുൺ ഇപ്പോൾ ഗ്രീൻവുഡ് ഇന്റർനാഷണൽ സ്കൂളിലെ ഏറ്റവും മിടുക്കനായ, എല്ലാവർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി മാറി. അവനെ പരിഹസിച്ച കുട്ടികൾ ഇപ്പോൾ അവനോടൊപ്പം ഇരുന്ന് കണക്കിലെ സംശയങ്ങൾ ചോദിച്ച് പഠിക്കാൻ തുടങ്ങി. അരുൺ ആരോടും അഹങ്കാരം കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹത്തോടെ സഹായിച്ചു. ആ വർഷത്തെ സംസ്ഥാനതല ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡ് മത്സരത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അരുൺ 1ാം സ്ഥാനവും സ്വർണ്ണ മെഡലും കരസ്ഥമാക്കി നഗരത്തിന്റെ തന്നെ അഭിമാനമായി മാറി. അരുണിന്റെ ഈ വലിയ വിജയം അറിഞ്ഞ് നിരവധി മാധ്യമപ്രവർത്തകർ അവനെ കാണാൻ സ്കൂളിലെത്തി. ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ടർ അവനോട് ചോദിച്ചു, അരുൺ, ആക്രി പെറുക്കാൻ നടന്നിരുന്ന നിനക്ക് ഇന്ന് 50 ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസും വലിയൊരു ജീവിതവുമുണ്ട്. ഈ വലിയ മാറ്റത്തെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഈ 50 ലക്ഷം രൂപയാണോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്? അരുൺ ആ റിപ്പോർട്ടറെ നോക്കി വളരെ ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അല്ല സർ, പണം എന്നത് ഇന്നുണ്ടാകും, നാളെ ഇല്ലാതാകും. എനിക്ക് ഈ 50 ലക്ഷം രൂപയേക്കാൾ വലിയ സമ്പത്തായി തോന്നിയത് എനിക്ക് സ്വതന്ത്രമായി എഴുതാൻ അനുവാദം നൽകിയ ഈ സ്കൂളിലെ ബ്ലാക്ക് ബോർഡാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ അറിവിന്റെ ലോകമാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അരുണിന്റെ ആ മറുപടി കേട്ടപ്പോൾ എല്ലാവരുടെയും കൈകൾ ഒന്നിച്ചുയർന്നു. ഒരു വൈകുന്നേരം അരുൺ സ്കൂളിന്റെ മുകളിൽ നിന്ന് അസ്തമിക്കുന്ന സൂര്യനെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അവന്റെ പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. അവൻ തന്റെ പഴയ കീറിയ ചാക്കിനെ കുറിച്ച് ഓർത്തു. ആ അവസ്ഥയിലും തന്നെ മുന്നോട്ട് നയിച്ച തന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് അവൻ ഓർത്തു. ദാരിദ്ര്യം എന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമില്ലെന്നും ലോകത്തിലെ യഥാർത്ഥ സമ്പത്ത് പണമോ ആഡംബരങ്ങളോ അല്ല എന്നും, മറിച്ച് നമ്മുടെ ഉള്ളിലെ അറിവും തോറ്റുകൊടുക്കാതിരിക്കാനുള്ള ആത്മവിശ്വാസവുമാണെന്ന് ആ 13കാരൻ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുത്തു. അവനിലൂടെ ആ സ്കൂളിലെ പ്രിൻസിപ്പൽ പാവപ്പെട്ട മറ്റു കുട്ടികൾക്കായി വലിയൊരു സ്കോളർഷിപ്പ് പദ്ധതിയും അവിടെ ആരംഭിച്ചു. അരുൺ എന്ന ബാലൻ അന്ന് ആ ബ്ലാക്ക് ബോർഡിൽ ഒരു കണക്കിന്റെ ഉത്തരം മാത്രമല്ല കണ്ടെത്തിയത്, മറിച്ച് ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയെ തന്നെയാണ് അവൻ മാറ്റിമറിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു ആക്രി പെറുക്കുന്ന ബാലനിൽ നിന്നും ഒരു വിദ്യാലയത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ അരുണിന്റെ ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ദാരിദ്ര്യവും പ്രതിസന്ധികളും കൊണ്ട് തളർന്നു പോകുന്ന ആർക്കെങ്കിലും ഈ കഥ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു വലിയ പ്രചോദനമാകട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള ഹൃദയസ്പർശിയായ കഥകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.